ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഇന്നോവ 2005 മോഡൽ ഇന്നോവയായിരുന്നു. ബോഡി കുറച്ച് ഷേപ്പ് ഔട്ടായ ഒരു ഇന്നോവയായിരുന്നു. ബോഡിക്ക് ഒരുപാട് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുട്ടി ഒരുപാട് കയറിയിരുന്നു. അതിൻ്റെ ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. AGP എന്ന് പറഞ്ഞാൽ തൈവാൻ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് ഫ്രണ്ട് സെറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ബാബേട്ടനാണ് നമ്മുടെ ഡെൻഡർ. അപ്പോൾ ആള് ഫ്രണ്ട് സെറ്റ് ചെയ്യാനുള്ള മോഡിലാണ്. സെറ്റിങ് നന്നായാലാണ് നമ്മൾ ഏതൊരു വണ്ടി എത്ര നന്നായിട്ട് പെയിൻ്റ് അടിച്ചാലും അതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരിക്കും. എത്ര നന്നായി പെയിൻ്റ് അടിച്ചാൽ പോലും അതിൻ്റെ ബോഡിയുടെ ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഈക്വാലിറ്റി ഇല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം തോന്നിക്കും വണ്ടിക്ക്. ഇത് നമ്മുടെ നമ്മളിപ്പോൾ വണ്ടിയുമ്പോൾ 2K പ്രൈമർ അടിച്ച് കഴിഞ്ഞു. 2K പ്രൈമർ കാരണം 2K പ്രൈമറാണ് ഈ വണ്ടിയും അടിച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഫില്ലർ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് നമ്മൾ 2K പ്രൈമർ അപ്ലൈ ചെയ്യാറുണ്ട്. ആ 2K പ്രൈമർ മാക്സിമം ഉരച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്ത് ബോഡി ഫുള്ളായിട്ട് ഷേപ്പ് എടുത്ത് ഓരോ ഡോട്ടും തീർന്നതിന് ശേഷമാണ് നമ്മൾ വണ്ടി ബൂത്തിലേക്ക് കയറ്റിയത്. വണ്ടി ബൂത്തിൽ കയറി ഇനി പെയിൻറ്റിങ് പ്രോസസ്സിങ്ങിലാണ്. പോളയ്ക്ക് വരുന്ന കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞ കളറാണ് അടിക്കാൻ പോകുന്നത്. അത്യാവശ്യം ബോഡി ഷേപ്പ് ഔട്ടായ ഒരു വണ്ടിയായിരുന്നു. റണ്ണിങ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഹോൾസ് ഇട്ടിട്ട് വലിച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഹോൾസ് ഇട്ട് വലിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഹോളിലെ ഒരു MCയിൽ ഇട്ടിട്ട് ബോഡി പില്ലർ ഇടുക ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കുത്തിക്കളഞ്ഞ് വേറൊരു പീസ് വെച്ച് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ബോർഡും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഡോറെല്ലാം ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുമ്പോൾ അപ്ലൈ ചെയ്തെന്നെങ്കിൽ 2K പ്രൈമർ അപ്ലൈ ചെയ്തേക്കാണ്. 2K പ്രൈമർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഇതുമ്പോൾ ഡിഗ്രീസർ ഇട്ട് ബേസ് കോട്ട് അടിച്ച് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2005 മോഡൽ ഇന്നോവ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സിൽവർ കളർ ആയിരുന്നു. അതിനെ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞ കളർ അടിക്കാൻ വേണ്ടി ബൂത്തിൽ കയറ്റിയിരിക്കുകയാണ്. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മാസ്കിങ് കറക്റ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ഇപ്പോൾ നമ്മൾ എത്ര നന്നല്ല രീതിയിൽ പെയിൻറ്റിങ് ചെയ്താലും ഗ്യാപ്പുകളിലും കാര്യങ്ങളിലെല്ലാം കംപ്ലൈൻറ്റും കാര്യങ്ങളും വരും. അപ്പോൾ പ്രോപ്പർ മാസ്കിങ് കറക്റ്റായിട്ട് ചെയ്യണം. ആ മാസ്കിങ് ടേപ്പും നല്ല മാസ്കിങ് ടേപ്പും നമ്മൾ യൂസ് ചെയ്യുകയും വേണം. മെയിനായിട്ട് റബ്ബർ ബീഡിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതുമ്പോൾ ഒട്ടും പെയിൻ്റ് ആവാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ നമ്മൾ മാസ്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ നമ്മളിത് ബേസ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞ പോളോൻ്റെ കളറിൻ്റെ ബേസ് കോട്ട് അടിക്കുകയാണ്. ഇതിന് ശേഷമാണ് പെയിൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ബേസ് കോട്ട് അടിച്ച് കുറച്ച് സ്പോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് അതിന് ശേഷമാണ് പെയിൻറ്റ് വരുന്നത്. ബേസ് കോട്ട് അടിക്കുന്ന പ്രോസസ്സിങ്ങിലാണ്. കാർബൺ സ്റ്റീൽ എന്ന കളർ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഇറക്കി പുറത്തിറക്കിയിട്ടാണ് സംഭവം. നമ്മൾ അകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഫോണിലെടുക്കാൻ പറ്റുള്ളൂ. സംഭവം പുറത്തിറക്കി നല്ല കളറാണ് കേട്ടോ. നല്ലൊരു ബ്ലാക്കിഷ് ആയിട്ടൊക്കെ ഉള്ള നല്ലൊരു കളറാണ്.